ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ കോഴിക്കോട് മീഡിയ വണ്ണിൻ്റെ ഓപ്പോസിറ്റ്, അതായത് വെള്ളിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തുള്ള മിൻലൈറ്റ് ഫർണിച്ചർ എന്നുള്ളൊരു ഫർണിച്ചർ ഷോറൂമാണ്. ഓക്കെ, ഇവർ ഏകദേശം 10 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഫർണിച്ചറിൻ്റെ ഒരുപാട് കളക്ഷൻസ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ഇവിടുത്തെ സ്റ്റാഫിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ഓണറെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടെ ഏതൊക്കെ ഐറ്റംസ് ഫർണിച്ചർ ഇവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം കളക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ EMI, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, നമുക്ക് ഓരോ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. നമ്മളെ ഷോപ്പിന്റെ ഓണർ മൂസിൻക നമ്മളെ കൂടെ ഉണ്ട്. ഹലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബെഡ്റൂം സെറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ തേക്കിന്റെ 5.5 ഫീറ്റ് അലമാരയാണ്. ഇത് ഫുൾ ഫോർസ്റ്റേക്കാണ്. ഫോർസ്റ്റേക്ക് എന്ന് പറയാൻ എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാല് ഇതാണ് തേക്കിന്റെ ഗ്രെയിംസ് വരുന്നത്. ഇല്ല, നമുക്കൊരു ആർക്ക് നോക്കിയാലും സാധാരണ ഒരു അലമാരേനേക്കാളും മാറ്റം ഉണ്ടാവും. ഇത്രയും ഗ്രെയിംസ് അല്ല, ഇത് ഫുള്ള് ഫോർസ്റ്റേക്ക്. അപ്പോൾ ഇതിന്റെ ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അകത്ത് തുറന്നത് ഇതൊക്കെ ഫുള്ള് ഗ്രെയിംസ് ആണ്. ഇതൊരിക്കലും നമുക്ക് ഒരാളെ കൊണ്ട് വരയ്ക്കാനോ, ആൾക്കാർക്ക് അറിയില്ലാത്ത ആൾക്കാർ ഇത് വരച്ചതാണോ അങ്ങനെയാണോ എന്നൊക്കെ പറയും. ഇത് തേക്കിന്റെ 5.5 ഫീറ്റ് അലമാരയാണ്. ഇത് പിന്നെ അതുപോലെ തന്നെ 6x6 കിങ് സൈസ് കോട്ടാണ് കട്ടില്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സൈഡ് ബോക്സ് ഉണ്ട്. അതൊരിക്കലും നമുക്കൊരു മാനുഫാക്ചറിംഗിൽ വില കുറയ്ക്കാൻ പറ്റില്ല. വുഡിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് സാധനത്തിന് വില കുറയ്ക്കാൻ പറ്റില്ല. പണിക്കൂലി കുറയ്ക്കാൻ പറ്റില്ല, പിന്നെ പോളിഷ് മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ വേണമെങ്കിൽ മാറ്റിയാലും നമുക്ക് റേറ്റ് കുറയ്ക്കാം. നമുക്ക് അങ്ങനെ കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു കച്ചവടം വേണ്ട, ക്വാളിറ്റിയിലുള്ള കച്ചവടം വേണം. ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വരുമ്പോൾ 39,500 വരും. 39,500 5.5 ഫീറ്റ് അലമാര ഫുള്ള് ഫോർസ്റ്റേക്കില് എവിടെയും കിട്ടില്ല. ആൾക്കാര് പറയും പിന്നെ 12,000 രൂപ കട്ടില്ല, അല്ലെങ്കിൽ 12,000 തേക്കിന്റെ അലമാര ഇടുന്നു. അപ്പൊ ഫുഡിന്റെ ഇല്ലെങ്കിൽ അത് ഫുള്ള് ഫോർസ്റ്റേക്കിലാണെങ്കിൽ ഈ അലമാര 39,500 അലമാര ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ ഈ സെറ്റ് വരുന്നത് നമുക്ക് വാർഡ്രോബ് വരുന്നത് അലമാര വരുന്നത് 39,500 വരും. വരുമ്പോൾ നമുക്കൊരു 28 വരും. ഡ്രസ്സിന്റെ വരുമ്പോൾ നമുക്കൊരു 16 വരും. പിന്നെ സൈഡ് ബോക്സ് വരുമ്പോൾ ഒരു 4,500 വരും. പിന്നെ നമുക്ക് ഫൈനൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള നമ്മൾ ചെയ്ത് കൊടുക്കും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു ആക്ച്വൽ പ്രൈസ് വരുന്നത്. ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ആ പ്രൈസിങ് 100% നമ്മൾ അത്ര ക്വാളിറ്റി നമ്മൾ 15 വർഷം കുത്തി പോകുന്നതിന് ഗ്യാരണ്ടി കൊടുക്കണം. 99% നമ്മൾ ഫുള്ള് കാതല്ല ചെയ്യുന്നത്. പിന്നെ ആൾക്കാർ ചെറിയ ചെറിയ കടയിൽ വരുമ്പോൾ പറയും ആൾക്കാർ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓൺ മാനുഫാക്ചർ. ഇനിയിപ്പോ ആൾക്കാർക്ക് പോയിട്ട് നമ്മൾ യൂണിറ്റ് ആണെങ്കിൽ യൂണിറ്റ് ഇവിടെ ഒരുപാട് ടാബ്ലറ്റ്സിന്റെ കളക്ഷൻ ഒരുപാടായിട്ടുണ്ട്. ഇതെന്ന് വെച്ചാല് ഇപ്പോ ട്രെൻഡിങ് ആണ്, പക്ഷെ ട്രെൻഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് Z. ഇപ്പൊ ഒരുപാട് കളിച്ച മോഡലാണ്, പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫുള്ള് ഫോർസ്റ്റേക്കേഷ്യലാണ്. ഫോർസ്റ്റേക്കേഷ്യയില് 6.3 എന്റെ സൈസ് വരിക. 6.3 സൈസ് വരുന്ന ടേബിളും ഗ്ലാസും നമുക്ക് റേറ്റ് വരുന്നത് 15,000 വരും. ചെയർ സെപ്പറേറ്റ് ആണ്. ചെയറിന് നമുക്ക് ചെയർ 1,200 1,300 തൊട്ട് ഇവിടെ എല്ലായിടത്തും സാധനം കിട്ടും. ഞാനും വേണമെങ്കിൽ തരാം, പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചും തരാം. ക്വാളിറ്റി കുറവായിരിക്കും. അത് വേണമെങ്കിൽ നമ്മൾ കസ്റ്റമറിന് രണ്ടും കാണിച്ചു കൊടുത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് വരുമ്പോൾ നമ്മളൊരു 10 വർഷം കുത്തി പോകുന്നതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഫോറസ്റ്റേക്കേജ് ആണെങ്കിൽ അത് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയും, ആൾക്കാർ പറയുമ്പോൾ പറയും ഫുള്ള് ഫോറസ്റ്റേക്കേജ് ആണ് ചെയർ 1,200 വില. ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അതിനകത്ത് ഒരിക്കലും ഫോറസ്റ്റേക്കേജിൽ 1,200 ചെയർ അടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മാഞ്ചിയും ഹൈബ്രിഡും നാടനക്കേശി ഇതൊക്കെ കൂടി മിക്സ് ആയിട്ടാണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നാടനക്കേശി തന്നെയാണ്, മിക്സ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മിനിമം നല്ലൊരു ചെയറിന് പണിക്കൂലിയും പോളിഷും തന്നെ കൊടുക്കേണ്ട ഒരു സംഖ്യ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാൻ ഒരിക്കലും പോസിബിൾ അല്ല. എന്നുവെച്ചാൽ നല്ല സാധനം കൊടുക്കണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എപ്പോഴും അവിടെ സാധനം ഉണ്ടാവും. വില കുറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മൾ ചേർന്ന് വരുമ്പോൾ നമുക്കൊരു 1,600 നമുക്ക് റേറ്റിന് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് ഉണ്ടാവില്ല. ചെയറിനൊക്കെ നമ്മളൊരു മാക്സിമം 1,550 1,600. പിന്നെ അതിൽ കൂടിയ ചെയറും കൂടെ ഉണ്ട്. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. ചെയറിൽ നിന്ന് നമ്മൾ ഏറ്റവും അടുപ്പിച്ചിട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് പിന്നെ നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ എത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് ടേബിൾ 6.3 സൈസ്. ഗ്ലാസ് വൈറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ തേക്കിന്റെ H മോഡലാണ്. ഇത് തേക്കാണ്, ഫുള്ള് ഫോർസ്റ്റേക്കാ. ഇത് തേക്കിന്റെ H മോഡൽ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു 20,000 രൂപ വില വരും. ഇത് ഗ്ലാസ് എടുക്കാം 20,000 20,000 വരും. കാരണം എന്ന് വെച്ചാൽ അതിന് അത്രയും വില വരാൻ കാരണം വെച്ചാൽ
ഫോറസ്റ്റ് തേക്കിന് നല്ല വില. ഈ ഫോറസ്റ്റ് തേക്ക് നാടൻ തേക്കുമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, നാടൻ തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പറമ്പിലുള്ള തേക്കാണ്. അതെനിക്കോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ളപ്പോൾ മുറിക്കാം. ഫോറസ്റ്റ് തേക്ക് എന്ന് വെച്ചാൽ ഒരു 35 വർഷം 40 വർഷം അതിൻ്റെ കാതൽ കഴിഞ്ഞാലാണ് ഗവൺമെൻറ് വെട്ടിയിട്ട് അത് ടെൻഡറിന് ഇട്ടിട്ടാണ് വിൽക്കുന്നത്. അല്ലാണ്ട് ആർക്കും മുറിക്കാൻ പറ്റില്ല. അതാണ് ഫോറസ്റ്റ് തേക്കും നാടൻ തേക്കിലും. നാടൻ തേക്കിൽ അപ്പോൾ വെള്ളം കൂടുതലായിരിക്കും, മനസ്സിലായില്ല. ഫോറസ്റ്റ് തേക്കിൽ ഫുള്ള് കാതലായിരിക്കും, അത്രയും വർഷത്തെ കാതലുണ്ടാവും. അതാണ് ഫോറസ്റ്റ് തേക്കിന് ഇത്ര വില കൂടാൻ കാരണം. അറിയില്ല, കാരണം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ അകത്ത് മാറ്റം വരുന്നത്. അത് ഈ നാടൻ അക്കേഷ്യയും ഫോറസ്റ്റ് അക്കേഷ്യയും തമ്മിലുള്ള മാറ്റം ഇത് തന്നെ. കാതൽ കുറവായിരിക്കും. നമ്മളിപ്പോൾ കൈ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നാടൻ തേക്കിന് ഇത്ര കാതലുണ്ടെങ്കിൽ ഫോറസ്റ്റ് തേക്കിന് ഫുള്ള് കാതലായിരിക്കും, വെള്ളം കൂടും. വില കുറച്ച് കൊടുക്കാൻ പറ്റും. വില കുറച്ച് കൊടുക്കുമ്പോൾ സാധനം കുത്തിപ്പോകും. ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവരും പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് സെയിം മോഡൽ തന്നെയാണല്ലോ അവിടെയും കണ്ടേ, അവിടെ കാണുമ്പോൾ ഇതിന് ഇത്ര വില ഉള്ളല്ലോ. പക്ഷെ ഇതിന്റെ മാറ്റങ്ങൾ അറിയുന്നില്ല. പോളിഷ് അടിച്ച എല്ലാ സാധനവും ഒന്നാ. ആർക്ക് വേണ്ടി, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ സാധനം വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് വിൽക്കാം. പക്ഷെ അങ്ങനെ വിറ്റിട്ട് കാര്യമില്ല. കച്ചവടത്തില് നമ്മളൊരു അതുമല്ല വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ 4 വട്ടം പോയി വരുമ്പോൾ നമുക്ക് ഏകദേശം തീരുമാനം. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വെച്ചാൽ ക്വാളിറ്റി ഉള്ള സാധനം എടുത്താൽ നാളെ കസ്റ്റമർ വരും. നമുക്ക് അതാണ് വേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ വില കുറച്ച് ആർക്കും കൊടുക്കാം. ഇപ്പൊ നിങ്ങളൊരു കച്ചവടക്കാരാണെങ്കിൽ ഞാനിപ്പോൾ 1000 രൂപ കൊടുക്കുന്നത് 950 രൂപയ്ക്ക് കൊടുക്കുക. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, വൃത്തിയായിട്ട് കൊടുക്കുക. കച്ചവടത്തിൽ അതാണ് നമ്മൾ എത്തിക്സ് എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പൊ ഇത് 6 തേക്കാണ്, 20,000 വിത്ത് ഗ്ലാസ് ഇറക്കാം. ഇത് വരുമ്പോൾ നമുക്ക് അക്കേഷ്യ, ഫോറസ്റ്റ് അക്കേഷ്യ, ഇതും 6.3 ഇത് 6.3 വരുമ്പോൾ നമുക്കൊരു 15,000 വരും. ഇതിന്റെ സെന്ററിൽ ഗ്ലാസ് വരും, ക്വാർട്ടർ ഗ്ലാസ് വരും, വിത്ത് ഗ്ലാസ് ഇറക്കാം. അല്ല, ഇതിന്റെ ഉള്ളിലൊരു ഗ്ലാസ് വരും, ഈ പെബിൾസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള. ഇവിടെ ക്വാർട്ടർ ഗ്ലാസ് വരും. ഇവിടെ ക്വാർട്ടർ ഗ്ലാസ് വരും. ഇത് പിന്നെ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കേണ്ട വിഷയമൊന്നുമില്ല. പിന്നെ അതിന്റെ ചെയറുണ്ട്. എല്ലാം 10 വർഷം 15 വർഷം കുത്തി പോകുന്ന എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മളത് നന്നാക്കി കൊടുക്കാൻ, നന്നാക്കി റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യും. അതൊന്നും പ്രശ്നമുള്ള ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ നമുക്ക് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഇത് തേക്കിന്റെ തന്നെ ചെറിയ സൈസ്. ചില വലിയ സ്പേസ് ഉള്ള വീട്ടിലെ ചെറിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ വീട്ടിലെ ഡൈനിങ്ങിലേക്ക് ചെയ്യാൻ പറ്റുന്നത് 5.3 സൈസ്. 5.3 എന്ന് പറഞ്ഞാൽ ഒരു 2, 4 അവിടെ ഇവിടെ 1 6 പേർക്ക്. 6.3 ആണെങ്കിൽ ഒരു 8 പേർക്ക് ഇരിക്കാം. 3 അവിടെ 1 അവിടെ 1. മോഡൽ അനുസരിച്ച് മാറ്റുമ്പോൾ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ പ്രൈസിലും വരും. അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ അക്കേഷ്യ ഉണ്ട്. അക്കേഷ്യയൊക്കെ നമുക്കൊരു 8.500 തൊട്ട് ടേബിൾ വിത്ത് ഗ്ലാസ് അടക്കം സ്റ്റാർട്ടിങ് ഉണ്ട് 5.3. പിന്നെ അക്കേഷ്യ 6.3 ഒരു 10.500 തൊട്ട് സ്റ്റാർട്ട് ഉണ്ട്. 6.3 സൈസിൽ 10.500 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇതൊക്കെ മോഡൽ മാറുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ വരുമ്പോൾ റേറ്റ് മാറി വരും. പിന്നെ കുറഞ്ഞ മോഡൽ വേണമെങ്കിൽ കുറഞ്ഞ മോഡൽ നമ്മൾ കൊടുക്കും എന്നുള്ള പ്രശ്നമുള്ള കാര്യമല്ല. ഇത് തേക്കാണ്. ഈ തേക്ക് വരും നമുക്ക് 12 വരും. പിന്നെ എൻ്റെ അക്കേഷ്യ ഉണ്ട്. അക്കേഷ്യ വരുവാണെങ്കിൽ 8.500 വരുള്ളൂ. അക്കേഷ്യ ഞാൻ കാണിക്കാം. ഇത് വെച്ചാൽ മിൽക്കി വൈറ്റ് ഗ്ലാസ്സാണ് പറയുന്നത്. ഇതാണ് മിൽക്കി വൈറ്റ് ഗ്ലാസ്. മിൽക്കി വൈറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ കുറേ സാധാരണക്കാരുടെ മൈൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിൽ പെയിൻറ്റിങ് ആണ് വിചാരം. ഇത് പെയിൻറ്റിങ് അല്ല. ഇത് പെയിൻറ്റിങ് അല്ല, ഇത് കെമിക്കലാണ്. ഒരു കെമിക്കൽ ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ചില ഐറ്റംസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാം, ഒരു പീസ് എടുത്തിട്ട് നമ്മൾ പെയിന്റിൽ മുക്കിയെടുക്കുന്നത്. അതുപോലെ ഒരു കെമിക്കൽ ഡിപ്പിങ് ആയത്. ഇത് ഇങ്ങനെ ഒന്നും പോവില്ല. നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ 5 വർഷം ഇതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഗ്ലാസിന്റെ ഈ കളർ ഫിനിഷിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ബ്ലാക്ക് ഉണ്ട്, പ്ലെയിൻ ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഇത് മിൽക്കി വൈറ്റ്, ഇതിന്റെ ഡിസൈൻ വരുന്നുണ്ട്. നമ്മൾ മാർബിളിൽ എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. ഇതാവുമ്പോൾ നമുക്ക് മാർബിൾ ആവുമ്പോൾ മാർബിൾ ഡിസൈൻ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുമെന്നുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. വൈറ്റ് ഗ്ലാസ് താല്പര്യമില്ലാത്തവർക്ക് ഇത് കൊടുക്കാം. പക്ഷെ പെബിൾസ് ഇടണമെങ്കിൽ വൈറ്റ് ഗ്ലാസ് വേണം. അതാണ് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുന്നത്. അതാണ് നമുക്ക്. പിന്നെ എല്ലായിടത്തും ഇപ്പൊ ഓരോരോ ഇന്റീരിയർ ഒക്കെ വെച്ചിട്ടാണല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാരും ഡിസൈൻ ചെയ്യുന്നത്. ഇതിപ്പോ പിന്നെ അതുപോലെ തന്നെ 6.4 വി ലെഗ്. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ലെഗ് വി ആണ്. ഇതിന്റെ മാറ്റം എന്താ വെച്ചാല് നമ്മുടെ ഇതിന്റെ തിക്നെസ് 1.5 ഇഞ്ച് പലകയുടെ തിക്നെസ് വരുന്നുണ്ട്. ഇത് 1 ഇഞ്ച് ആക്കാം, വില കുറയും. മനസ്സിലായില്ലേ? പിന്നെ വീതി കുറയ്ക്കാം, വില കുറയും. ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കണം. ആൾക്കാർ നോക്കണം, വി ആണല്ലോ, ഇതെല്ലാം അപ്പുറം വില കുറച്ച് പറഞ്ഞത്. ഇതാണല്ലോ. അതുപോലെ ഇതിന്റെ തിക്നെസ് ഉണ്ടല്ലേ, ഇതെല്ലാം 1.5 ഇഞ്ച് നമ്മുടെ വരുന്നത്. അതാണ് ഇതിന്റെ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വുഡിൽ മാത്രമല്ല, ഇതിന്റെ തിക്നെസ്സിൽ ഉണ്ടാവും ക്വാളിറ്റി.
ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സ്ട്രോങ് കൂടുള്ളൂ. ആ സാധാരണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടെമ്പററി യൂസിനാണെങ്കിൽ നമുക്ക് ഏത് എടുത്തിട്ട് പോകാം. അത് വെച്ചാൽ നമ്മളൊരു വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടിടുമ്പോൾ ഇത് ടെമ്പററി അല്ല. അത് ആൾക്കാർ വിചാരിക്കും ഇതൊരു 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് മാറ്റാലോ എന്നൊക്കെ. ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് അവിടെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്ര റിച്ച് ആൾക്കാരായിരിക്കണം. ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോൾ മാറ്റി അങ്ങനെ ആദ്യം സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ല നമ്മൾ അവരെ പറ്റി താത്തി പറയുന്നതല്ല കേട്ടോ. എല്ലാവരും ഓരോരുത്തർ പ്രശ്നങ്ങളിലാണല്ലോ. ബെസ്റ്റ് ക്വാളിറ്റി അടിപൊളി സാധനമാണെങ്കിൽ നമ്മൾ ഏറ്റവും നന്നാവും. ഇത് നമുക്ക് വരുമ്പോൾ 14 രൂപ. പിന്നെ EMI ഉണ്ട്. നമ്മൾ ബജാജ് ചെയ്യുന്നുണ്ട് 0 ഡൗൺ പേയ്മെന്റ്. വെറും 767 പ്രോസസിംഗ് ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ സാധനം വേണമെങ്കിൽ പിന്നെ ഇതാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് മാർബിൾ ടോപ്പും കൂടെ കാണിക്കാം. ഇതാണ് മാർബിൾ ടോപ്പ് വരുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഇതിനകത്ത് 2 മോഡൽസ് ഉണ്ട്. ഇത് ഡബിളിങ് വരുന്ന മോഡലാണ്. ഇത് കണ്ടില്ലേ, ഈ സാധനം കൂടെ ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലേ, ഇതാണ് ഡബിളിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഗ്രിപ്പ് മാത്രമല്ല, ഇതിനൊരു ഫിനിഷിങ് ഉണ്ടാവും. ഡബിളിങ് മോഡലിന് ഫിനിഷിങ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു തിക്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്താ ഗ്ലാസ് പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടാവും. ഇത് ഡബിളിങ് മോഡൽ. ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റിന് വരുമ്പോൾ സെറ്റ്. ഇത് വുഡ് വരുന്നത് മഹാഗണി വരുന്നത്, ട്രീറ്റഡ് മഹാഗണിയിൽ നമുക്ക് ഇതിന്റെ പോളിഷ് വരുന്നത് PU പോളിഷാണ്. PU പോളിഷ് എന്ന് പറഞ്ഞാൽ പോളിഷിൽ ഏറ്റവും പ്രീമിയം പോളിഷാണ്. നല്ല പ്രൈസിങ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ചെയറിന് വരുമ്പോൾ ഒരു 5000 ഒക്കെ റേറ്റ് വരും സിംഗിൾ ചെയറിന്. പിന്നെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ സെറ്റ്, ഈ ടേബിളും ഗ്ലാസും അടക്കം തന്നെ നമുക്കൊരു 30,000 അടുത്ത് വില വരും ഇതിൽ. അപ്പോൾ അത്രയും പ്രീമിയം ആയിരിക്കും. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ വുഡ് നിങ്ങൾക്ക് ലൈഫ് ലോങ് കുത്തി പോകില്ല. കെമിക്കൽ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ട്രീറ്റിംഗ് ഉണ്ട്. സാധാരണക്കാർ കെമിക്കലിൽ മുക്കിയെടുക്കും, ഡിപ്പ് ചെയ്തെടുക്കും. അല്ലാണ്ട് നമുക്കൊരു ബീക്കറിൽ കയറ്റിയിട്ട് പ്രഷറിന് കെമിക്കൽ അടിക്കും. പ്രഷറിന് കെമിക്കൽ അടിച്ചാൽ മരത്തിൻ്റെ ഓരോരോ ഹോൾസിലും കെമിക്കൽ കയറും, ഒരിക്കലും കുത്തിപ്പോകില്ല. അതുപോലെ തന്നെ സാധാരണ മരങ്ങൾ ചിലപ്പോൾ തേക്കാണെങ്കിലും എല്ലാം ആണെങ്കിലും ചില ഗ്യാപ്പ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവും. ഈ വുഡിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. മഹാഗണി ആണെങ്കിൽ പോലും അത്ര ട്രീറ്റിംഗ് പ്രോസസ്സിങ്, ഇത് അത്രയും പ്രീമിയം ക്വാളിറ്റിയാണ്. PU പോളിഷാണ്, മറ്റേതല്ല സാധാ പോളിഷാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി മാറാനുള്ള കാരണം. ഇത് നമുക്ക് ചെയറിന് വരുമ്പോൾ ഒരു 4700 കൊടുക്കാം. പിന്നെ ടേബിളും ഇതിൻ്റെ ഫ്രെയിമും 6.5 ഫ്രെയിമും വരുമ്പോൾ നമുക്കൊരു 30,000 കൊടുക്കാം. 35 ആണ്, 5000 ഡിസ്കൗണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക്. പിന്നെ ഇതാണ് 5.3 ടേബിൾ വരുന്നത്. 5.3 സിമ്പിള്, നമുക്കിപ്പോൾ കിച്ചണിലേക്കോ അല്ലെങ്കിൽ ഡൈനിങ്ങിലേക്കോ ഇടാൻ പറ്റും. അക്കേഷൻ ആ തേക്കിലാണ്. ഇത് ഫുള്ള് ഫോർസ്റ്റ് അക്കേഷനിലാണ്. ഇതാവുമ്പോൾ നിങ്ങൾക്കൊരു സിമ്പിൾ സാധനമാണ്. ഗ്ലാസ് ബുഷ് അടക്കം നിങ്ങൾക്ക് വരുമ്പോൾ ഞാനിത് 8,500 ചെയ്യുന്നത്. പിന്നെ ഓഫർ ആൾക്കാർ ചോദിക്കും, ഓഫർ ഇല്ലെന്ന് ചോദിക്കും. ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കണം. ഓഫർ കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും ഓഫർ കൊടുക്കാം. എനിക്കും കൊടുക്കാം, നിങ്ങൾക്കും കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ഓഫർ കൊടുക്കുമ്പോൾ ക്വാളിറ്റി കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നഷ്ടത്തിന് കൊടുക്കേണ്ടി വരും. നഷ്ടത്തിന് ആരെങ്കിലും കച്ചവടം ചെയ്യുമോ? ആരും ചെയ്യില്ല. ഓഫർ അല്ല, ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഈ സെയിം ക്വാളിറ്റിയുള്ള സാധനമാണ് ഓഫറിന് ഇവർ കൊടുക്കുന്നതെന്നാണ്. ഒരിക്കലും അല്ല, 100% അല്ല. 100% അല്ല എന്ന് പറയാൻ കാരണം, ഓഫറിന് ഈ സാധനം 5000 രൂപയ്ക്ക് അല്ലെ 6000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ പണിക്കൂലി തന്നെ ആവും. ആൾക്കാരെ വിചാരം ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10,000 ലാഭമാണ്. ഒരിക്കലും അങ്ങനെ കിട്ടില്ല. എന്നുവെച്ചാൽ ഇത്ര കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിൽ നമ്മൾ അത്രയും ചീപ്പായിട്ടാണ്, അത്രയും ലോ പ്രോഫിറ്റിലാണ് സാധനം പോകുന്നത്. പിന്നെ നമുക്കിത് നമ്മുടെ ബിൽഡിംഗ് ഒക്കെ നമ്മുടെ അതിന് റെന്റ് ഇല്ല, കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നത്. ഇതാണ് 5.3 ടേബിൾ. ഇത് ബോർഡിന്റെ ബെഡ്റൂം സെറ്റ് ആയിരുന്നു. പാർട്ടിക്കൽ ബോർഡ്. ഇപ്പൊ ആൾക്കാർ ആദ്യം പ്ലൈയിൽ വിനയർ ഒട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്ന സാധനമാണ് പാർട്ടിക്കൽ ബോർഡ്. പാർട്ടിക്കൽ ഇല്ല. ഇതിന്റെ മാറ്റം എന്താണെന്ന് വെച്ചാൽ, പാർട്ടിക്കൽ ബോർഡ് 2 ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ എഡ്ജ് ബാൻഡ് 2mm ഉണ്ട്, 0.5 ഉണ്ട്. 2mm എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. എഡ്ജ് ബാൻഡ് പറഞ്ഞു തരില്ല, 0.5 പറഞ്ഞു തരും, വില കുറവായിരിക്കും. അതാണ് ഇതിന്റെ മാറ്റം വരുന്നത്. ഇത് അസോസിയേറ്റിന്റെ പ്രീമിയം ബോർഡാണ്. ഈ കളർ ഭയങ്കര റെയറാണ്. ഭയങ്കര റെയർ എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും കിട്ടില്ല, അത്ര റെയറാണ്. ഇത് 3 ഡോർ അലമാര. ഇത് ഷെൽഫ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതുണ്ടല്ലോ, ഹാങ്ങിങ്ങിന്റെ സ്പേസ് ഉണ്ട്. ഇത് ഫുള്ള് 2mm ചെയ്യുന്നത്. ഇത് ഫുള്ള് 2mm 6x6 കോട്ടും 2 സൈഡ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കോട്ടിന്റെ അടിയിൽ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. ഇത് വേണമെങ്കിൽ കണക്ഷൻ കൊടുത്ത് ലൈറ്റിംഗ് ഉണ്ട്. കണക്ഷൻ ഉണ്ട്, ഫുള്ള് സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് ലൈറ്റിങ്ങിന്റെ ഇത് മാത്രം കൊടുത്താൽ മതി. അതുപോലെ ഡ്രസ്സിംഗ് ടേബിള്, ഇത് എഡ്ജ് ബാൻഡ് 2mm, മിറർ ഡോറായിട്ട്. ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും
സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ എഡ്ജിലും ഉണ്ട്. പ്രീമിയം ക്വാളിറ്റി. ഈ വിത്തൗട്ട് ബെഡ് ആണെങ്കിൽ നമുക്ക് ഈ സെറ്റ് ഞാനൊരു 57 ചെയ്തു തരാം. 6x6 കോട്ട്, 6x5 കോട്ട്, 2 ഫീറ്റ് ഡ്രസ്സിംഗ് ടേബിള്, 3 ഡോർ വാൾഡ്രോബ്, 2 സൈഡ് ബോക്സ് വിത്ത് സ്ട്രിപ്പ് ലൈറ്റ്. മാട്രസ് വരികയാണെങ്കിൽ നമുക്ക് മാട്രസ് പല ക്വാളിറ്റി ഉണ്ട്. അത് കസ്റ്റമറിന് ചൂസ് ചെയ്യാം. നമുക്കൊരു 5500 തൊട്ട് മാട്രസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തെങ്കിൽ യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ നമുക്ക് അത് നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു കുറഞ്ഞ മോഡലാണ്. 2 ഡോറാണ്. 2 ഡോർ എന്ന് പറഞ്ഞാലും ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഡിസൈനാണ്, ഡിഫറെൻറ്റാണ്, കുറച്ചുകൂടി ഡിഫറെൻറ്റാണ്. ചെറിയ ഹാങ്ങിങ്ങിനുള്ള സ്പേസ് ഉണ്ട്, ലോക്കർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സ് നമുക്ക് ഷെൽഫുണ്ട്. 6x6 കോട്ട്, സൈഡ് ബോക്സ്, ഇത് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ അടക്കമായിരുന്നു. ഇത് നമുക്ക് ഞാൻ ഒരു 39 ചെയ്യും. പിന്നെ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ചെയ്യാം. 35 നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വാറണ്ടി എന്ന് വെച്ചാൽ പാർട്ടിക്കൽ ബോർഡാണ് ഇതിൻ്റെ ഫുള്ള്. അതുമല്ല ഇതിൻ്റെ എഡ്ജ്മെൻറ്റ് ഫുൾ സെയിം ക്വാളിറ്റി പറഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇതിൻ്റെ നമുക്ക് വാറണ്ടി നമുക്ക് 10 ഇയർ വാറണ്ടി. കാരണം വെച്ചാൽ ഒരു കംപ്ലൈൻറ്റ് വരില്ല, അത്ര ക്വാളിറ്റിയുള്ള സാധനമാണ്. കേശയുടെ കോട്ടാണ് വരുന്നത്. 6x5. 6x5 എന്ന് പറഞ്ഞാൽ എല്ലാ കോട്ടും 6.25 വരിക. നമ്മൾ 6x5 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൈസ് 6.25. ബെഡിൻ്റെ സൈസ് വരുമ്പോൾ 75-60 വരും. അപ്പം ഇത് നമുക്ക് 4.4 കാലാണ് വരുന്നത്. ഇതിൻ്റെ ലെഗ് അതുപോലെ തന്നെ ഈ കട്ടിൽ 8.500 തൊട്ട് കിട്ടും. 6 സ്റ്റാർട്ടിങ് തൊട്ട്. അതിൻ്റെ അത് മാറ്റം വരുന്നത് വെച്ചാൽ ലെഗിൻ്റെ സൈസ് ചെറുതാവും. ഈ ലെഗിൻ്റെ സൈസ് ചെറുതാവും. ലെഗിൻ്റെ സൈസ് ചെറുതായി തന്നെ ഒരുപാട് മാറ്റം വരും. ഇത് 4.4 കാലാണ്. 4.4 കാലും ഇത് ലോ ഫ്ലോർ മോഡലാണ്. നമുക്ക് ഹൈറ്റ് കുറഞ്ഞ മോഡലാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ, ഹൈറ്റ് കുറഞ്ഞ കട്ടിലാണ്. ഇത് വിത്ത് കുഷൻ. ഇതിപ്പോൾ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് വിത്ത് കുഷൻ അടക്കം നമുക്ക് ഇത് 14.500 കൊടുക്കാം. എല്ലാ സ്പേസും ഉണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിന് ലെഗ് അടിയിലാണ് വരുന്നത്. അപ്പം ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ തോന്നും. കാരണം എന്ന് വെച്ചാൽ ഇതിന് ലെഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ലെഗ് ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് പാർട്ടിക്കൽ ബോർഡിന്റെ UV എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. UV കാരണം വെച്ചാൽ ഗ്ലോസി ആയിരിക്കും. ഇതിന് പല കളറുണ്ട്. വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ പ്രിന്റഡ് കളർ വരുന്നുണ്ട്. ഒരുപാട് കളറുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് എഡ്ജ്മെന്റ് 2mm ആണ്. 3 ഡോറ് വിത്ത് ഡ്രസ്സിങ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനും പ്രൈസ് നമുക്ക് മാറ്റാനുള്ള ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കാതെ വില കുറയ്ക്കാം. എന്നുവെച്ചാൽ ഇത് ബോക്സ് ടൈപ്പാണ്. എന്നുവെച്ചാൽ ഈ സാധനം കൊടുക്കാതെ ഈ ഡോർ ഇവിടെ തീരും. അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വില കുറയ്ക്കാം. ഇതിപ്പോൾ ബോക്സ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര രസം കാണാൻ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ വില കുറയ്ക്കാൻ പറ്റും. അതാണ് എൻ്റെ അത്. ഇത് തന്നെ ഇവിടെ ഡബിൾ ബോർഡർ കൊടുക്കാം. അപ്പോൾ ഭയങ്കര ലുക്കായിരിക്കും, റേറ്റ് കൂടും. അതാണ് എൻ്റെ അത് മാറ്റം വരുന്നത്. ഇത് നമുക്ക് സിംഗിൾ ബോർഡർ വെച്ച് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും 12.500 ചെയ്ത് കൊടുക്കാം. 13.500 വില, 12.500 കൊടുക്കാം. ഇത് 2mm ബോക്സ് ടൈപ്പ് എല്ലാം. ഇത് പിന്നെ തേക്കിൻ്റെ അലമാരയാണ്. 3 ഡോർ അക്കേഷ്യ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബാക്കിലൊരു കളറുണ്ട്, ബ്ലാക്ക് കളറ്. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കളറാണ്. ഇത് എന്താ വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ അക്കേഷ്യയിലോ തേക്കിലൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ചെയ്ത് തരാൻ പറ്റില്ല എന്നൊരു സാധനം പറയുമ്പോൾ, കാരണം വെച്ചാൽ ഇത് ഗ്യാപ്പ് വരുമെന്ന് 100% ഉറപ്പാണ്. അക്കേഷ്യ എന്നുള്ള വുഡിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഗ്യാപ്പ് വരും. നമ്മൾ എവിടെ കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ. എനിക്കിപ്പോൾ കള്ളം പറഞ്ഞ് വിറ്റിട്ട് കാര്യമില്ലല്ലോ. വിൽക്കുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമ്മൾ പറയും നല്ല ചൂടാണെങ്കിൽ അതിന് ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വന്നാലും നമ്മൾ വിളിച്ചാൽ നമ്മൾ ഗ്യാപ്പ് വന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി തരും. അതിനൊരു ചാർജും വേണ്ട. പക്ഷെ ഇതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ഈ വുഡിൽ ഈ കളർ ചെയ്യാൻ കുറച്ച് പാടാണ്. എപ്പോഴും ഈ ബ്ലാക്ക് കളർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടി കളർ ചെയ്യുകയാണെങ്കിൽ മഹാഗണി ട്രീറ്റഡ് വുഡിൽ എപ്പോഴും ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. ഇങ്ങനെ വെള്ള കളറായിട്ട് വരും ഈ എഡ്ജ് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ. അക്കേഷ്യ വുഡ് ട്രീറ്റ് ചെയ്താൽ ഭയങ്കര കോസ്റ്റ്ലി. അതിനേക്കാളും നല്ല മഹാഗണി ചെയ്യും. പക്ഷെ മഹാഗണി ആകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആവും. പക്ഷേ മഹാഗണിയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫിനിഷിങ്, പ്രീമിയം ഫിനിഷിങ് മഹാഗണി വുഡിൽ കിട്ടുള്ളൂ. അത് അക്കേഷ്യയിലോ തേക്കിലോ കിട്ടൂല. അതാണ് അതിന്. ഇത് നമുക്ക് വരുമ്പം 15,500 15,500 ചെയ്യും അക്കേഷ്യയിൽ. ഫുള്ള് ഫോർസ് അക്കേഷ്യ. ഇത് 3 ഡോറാണ്. 3 ഡോർ വരുമ്പോൾ നമുക്ക് 21,500 ചെയ്തു. 21,500 ഫുള്ള് ഫോർസ് അക്കേഷ്യ. 3 ഡോറ് നീളം 5 ഫീറ്റ്.
പിന്നെ ഏത് ഡിസൈനും ഒരുപാട് വർക്കുകളില്ലാത്ത നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുള്ള ഏത് ഡിസൈനും നമുക്ക് സെയിം പ്രൈസ് തന്നെ ഉള്ളൂ, അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. ഇത് തേക്കാണ് 30 രൂപ വരും, 5 ഫീറ്റ്. നാടൻ തേക്കും 4 ഷേക്സും മിക്സഡ് ആണ്, ഉള്ള കാര്യം പറയാമല്ലോ, അതുകൊണ്ടാണ് അതിന് 30,000 വില വരുന്നത്. ഇത് 6 ഫീറ്റ് 7 ഫീറ്റാണ്, 7 ഫീറ്റ് അലമാര. ഇതിൻ്റെ ഇപ്പോൾ നമ്മളിത് കാണാൻ വേണ്ടി വെച്ചേക്കണേ, ഇതൊരു ഭാഗം ഗ്ലോസിയും ഇതൊരു ഭാഗം മാറ്റുമാണ്. കസ്റ്റമറിന് ഗ്ലോസിയിലാണെങ്കിൽ മൊത്തം ഗ്ലോസി കൊടുക്കും, മാറ്റിലാണെങ്കിൽ മൊത്തം മാറ്റി ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ 2 കളർ ഇട്ടേക്കുന്നത്. അപ്പം ഇത് നമുക്ക് 7 ഫീറ്റ് വരുമ്പം 15,000 വരും, 50,000. ഇതപ്പം 7 ഫീറ്റ് സാധനം ഫുള്ള് തേക്കാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നമുക്ക് പിന്നെ തേക്കാണ് വരുന്നത്, നാടൻ തേക്കാണ് വരുന്നത്. ഇത് മാറ്റ് ഫിനിഷാണ്, അത് കുറച്ചും കൂടെ ഒരു അടിപൊളി കളറാണ്. മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോളിഷ് ഉണ്ടാവില്ല, ഇത് ഫുള്ള് മാറ്റാണ് വരുന്നത്. നമുക്ക് ശരിക്കും ഒരു മരം എങ്ങനെയാണോ അതിൻ്റെ അകത്ത് ജസ്റ്റ് പേപ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഫിനിഷ് ചെയ്തേക്കണം, ആ ഒരു ഫിനിഷ് ആണ് വെച്ചാൽ വേറൊരു മൂഡാണ്. ഇത് നമുക്ക് വരുമ്പോൾ 29,000 വരും. പിന്നെ അതുപോലെ തന്നെ ഇത് അക്കേഷ്യയുടെ 2 ഡോറാണ്, ഇത് 14,500 കൊടുക്കാം ഓഫറിന്. പിന്നെ അതുപോലെ ഇതും സെയിം പ്രൈസിന് നമുക്ക് കൊടുക്കാം. 4 ഫീറ്റാണ്, 2 4 ഫീറ്റാണ്. പിന്നെ അക്കേഷ്യയുടെ 3 ഡോറ് 21,000 കൊടുക്കാം. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, ഗ്ലാസ്സുള്ള മോഡലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇതാ കളർ ടൈപ്പ്, ഇതാ UVയുടെ കളർ ടൈപ്പ്, ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത് 2 പീസ് ബോക്സ് വരുന്ന ടൈപ്പ് പറഞ്ഞത്. മറ്റേത് സിംഗിൾ പീസ് ആയിരുന്നു, ഇത് 2 പീസാണ്, പക്ഷെ 0.5 ആണ്, 2 mm അല്ല. ഇത് നമുക്ക് വില വരുമ്പോൾ ഒരു 13 രൂപ നല്ല വില വരും, അതാണ് അതിൻ്റെ മാറ്റം വരുന്നത്. പിന്നെ അതുപോലെ ഇത് അക്കേഷ്യയുടെ 2 ഡോറാണ്. ഈ 2 ഡോർ നമുക്ക് റേറ്റ് വരുമ്പം 16 രൂപയ്ക്ക് കൊടുക്കാം. 16 രൂപയ്ക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ വാൾഡ്രോബിലും മിറർ ഇത്ര നീളം ഉണ്ടാവില്ല. ഇത് ഭയങ്കര റിസ്കി മിററാണ്, നമ്മൾ അത്ര റിസ്ക് എടുത്ത് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിൽ ആവശ്യമില്ല, ഫുൾ ബോഡി കിട്ടും. പക്ഷെ നേരെ മറിച്ച് ഒരു മിനിറ്റ്, ഇതിൻ്റെ കണ്ടില്ലേ, ഇത് ഹാഫാണ് വരുന്നത്, ഇതിൻ്റെ ഹാഫാണ് വരുന്നത്, പക്ഷെ ഇത് ഫുള്ളാണ് വരുന്നത്. ഒരു ഡ്രസ്സിംഗ് ടേബിളിൽ ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്ക് ഹെവി റിസ്ക്കാണ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര റിസ്കി ആയിട്ട് കൊണ്ടുപോകണം. എന്താ വെച്ചാൽ ഇതിപ്പോൾ കസ്റ്റമർ വാങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ വരെ പൊട്ടിയാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ എത്തിച്ച് വെച്ച് കൊടുക്കുന്ന വരെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഇത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇതിന് വില കൂടാനുള്ള കാരണം. അതിന് ഹൈറ്റും കൂടുതലുണ്ടാവും. ഇത് പാർട്ടിക്കൽ ബോർഡിൻ്റെ 2 ഡോർ അലമാര. 2 ഡോർ അലമാരയിൽ ഇത് മേലെ ഡബിളാണ് വരുന്നത്, സൈഡിൽ സിംഗിളാണ് വരുന്നത്, ബോക്സ് ടൈപ്പാണ്. ഇത് നമുക്ക് നിങ്ങൾക്ക് 6,000 ചെയ്തു തരാം. 2 ഡോർ അലമാര 6,000, 0.5 ആണ്. പക്ഷെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല, നമുക്ക് അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം നടക്കും. ഇത് 6,500 ചെയ്തു തരാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുമോ, ബോർഡിൽ ബോർഡ് ഉണ്ട്, ഗ്രീൻലാൻഡ് ഉണ്ട്, അസോസിയേറ്റഡ് ഉണ്ട്. ഈ 3-4 കമ്പനികളാണ് ബോർഡിൻ്റെ ഏറ്റവും പ്രീമിയം കമ്പനികൾ. ആവറേജ് സ്റ്റാൻഡേർഡ് അസോസിയേറ്റും സെഞ്ചുറിയൊക്കെ പ്രീമിയം ആണ്, പ്രൈസ് നല്ല കൂടും. ബോർഡിൻ്റെ കമ്പനിക്കാർ ഇതിന് ആരും വാറണ്ടി കൊടുക്കുന്നത്, അതാണ് സത്യം. ആൾക്കാർ പറയും 20 വർഷം അതിന് ഗ്യാരണ്ടി ഒക്കെ തരാമെന്ന് പറയും, ആരും കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളൊരു വിശ്വാസം, നമ്മൾ ഇത്ര നാൾ ചെയ്ത എക്സ്പീരിയൻസും വെച്ച് കംപ്ലൈൻറ്റ് വരാത്തതുകൊണ്ട് 5 വർഷം 10 വർഷം കൊടുക്കും. പക്ഷേ ഇതിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ബോർഡാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മാറ്റം ഞാൻ പറഞ്ഞുതരാം. ഇത് 6,000 വില വരുമ്പോൾ ഇതിൻ്റെ ഇഞ്ചസ് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, 1, 2, 3 ഇഞ്ചസാണ്. ഇത് നോക്കി വെച്ചോ. അതുപോലെ തന്നെ ഞാൻ വേറെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് വരുമ്പോൾ 2 mm ആണ്, പക്ഷേ ഇതിൻ്റെ ഇഞ്ചസ് എത്രയാണ്? 1, 2, 3, 4. വില കൂടും. ഇത് നമുക്ക് വരുമ്പം 7,000 വരും, 1,000 വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഇതിൻ്റെ അകത്ത് വേറെ മാറ്റങ്ങളുണ്ട്. ഹാൻഡിൽ കൂടിയ ഹാൻഡിലാണ്, ലോക്ക് കൂടിയ ലോക്കാണ്, 5,500 രൂപയ്ക്കും കിട്ടും. അപ്പോൾ അതിലും ചീപ്പ്. ഇതിനകത്ത് മെയിൻ ആൾക്കാർ നോക്കുമ്പം ഇങ്ങനെ നോക്കുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്, ഇതിൻ്റെ ലോക്കിൻ്റെ ക്വാളിറ്റി എന്താ, ഹാൻഡിലിൻ്റെ ക്വാളിറ്റി എന്താ, ഒന്നും നോക്കുന്നില്ല. അതാണ് ഇതിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള മെയിൻ കാരണം വരുന്നത്. ഇത് എഡ്ജ് ബാൻഡ് 2 mm വരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം. കളർ അടിപൊളി കളറാണ്. ഈ കളർ എല്ലാ കളറിലും എപ്പോഴും കിട്ടില്ല, റെയർ കളറാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് 3 ഡോറാണ്, ആവറേജ് ക്വാളിറ്റിയാണ്, നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ ഒരു 9,500 ചെയ്തു തരാം, 9,500. പക്ഷേ ഇഞ്ചസൊക്കെ നമ്മൾ ആദ്യം കണ്ടതുപോലെ ആയിരിക്കും, ഒരു ആവറേജ് ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ 3 ഡോർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 10 രൂപയ്ക്കും ചെയ്തു തരാം, 500 മാറ്റത്തിന് ഞാൻ ചെയ്തു തരാം. ഇതിൻ്റെ 3 ഡോർ തേക്കിൻ്റെ കിച്ചൺ ടേബിളാണ്, ഫുള്ള് ഫോറസ്റ്റ് തേക്ക്.
ഇതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ സൈസ് വരുന്ന 3.3, 3.3, 3.5 ഒക്കെ വരും. ഇതിൻ്റെ വെച്ചാൽ നമുക്ക് കിച്ചണിലേക്ക് ഉള്ള ടേബിളാണ്. കാരണം കിച്ചൺ ടേബിൾ പറയാൻ കാരണം ഡൈനിങ് ഏരിയയിലേക്ക് എപ്പോഴും വീട്ടുകാർ പോയിട്ട് ഈ ഫുഡ് കൊണ്ട് സർവ് ചെയ്യലെന്നാണ് ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഫുഡ് ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് കൊണ്ട് കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിൽ വീട്ടുകാരിരിക്കുമ്പോൾ ഒരു 4 പേരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ 5.3 സൈസുണ്ട്. 5.3 6 പേർക്ക് ഇരിക്കാം. ജസ്റ്റ് ചെറിയ ഇങ്ങനെ വലിക്കുക, ഇരിക്കുക, ആവശ്യം കഴിഞ്ഞാൽ എടുത്തിടുക. ഇത് ഗ്ലാസ് അടക്കം നമുക്ക് ഫോറസ്റ്റ് തേക്കിന് 19,500 ചെയ്താൽ ഫുള്ള് ഫോറസ്റ്റ് തേക്കിൽ 19,500. പിന്നെ ഫിനിഷിംഗ് ഉണ്ടല്ലോ, മാറ്റ് ഫിനിഷാണ്. അപ്പം അങ്ങനെയുള്ളൊരു നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ കിച്ചണിൽ തന്നെ നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് ഇത്. അപ്പം ഒരുപാട് സ്പേസും കൺസ്യൂമിങ് അല്ല. ഇത് തേക്കിൻ്റെ സോഫ. തേക്കിൻ്റെ സോഫയിൽ ഇത് ബെൻഡ് ടൈപ്പ് വരുന്നു. ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കും നമുക്കിത് അക്കേഷ്യ ചെയ്യാൻ പറ്റും, ഇത്ര കോസ്റ്റ്ലി ആണ്. തേക്കിൻ്റെ മെയിൻ പ്രശ്നം ഇത്, തേക്ക് ഒരിക്കലും ബെൻഡായി പൊട്ടില്ല. അക്കേഷ്യ മഴക്കാലത്ത് ഒരു സ്വഭാവവും വേനൽക്കാലത്ത് വേറൊരു സ്വഭാവമാണ്. വേനൽക്കാലത്ത് ഗ്യാപ്പ് വരും, മഴക്കാലത്ത് വേണമെങ്കിൽ റെഡിയാവും. തേക്കിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല, വളരെ റെയറായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് തേക്കിൻ്റെ 1, 2, 3, 4, 5, 6 സീറ്റർ വരുന്നത്. 6 സീറ്റർ നമ്മളിപ്പോൾ ഇതിനകത്ത് കുഷൻ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കസ്റ്റമൈസ് ചെയ്ത് കളർ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓപ്ഷൻ ഉണ്ട്, അത് ഏത് കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫുള്ള് ഫോറസ്റ്റ് തേക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് 29,500 ചെയ്ത് കൊടുക്കാം. ഫുള്ള് ഫോറസ്റ്റ് തേക്ക് ഇത് 29,500 കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അത് ചെറിയ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി അല്ല, എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന ഒരു പ്രൈസാണ്. സോഫ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമ്മൾ അക്കേഷ്യ വുഡാണ് വരുന്നത്. ഇത് നമുക്ക് റേറ്റ് വരുമ്പോൾ ഒരു ആവറേജ് സാധനമാണ്. ഇത് നമുക്ക് വരുമ്പോൾ ഒരു 16 രൂപയ്ക്ക് കൊടുക്കാം, 16,000. പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് പ്രീമിയം ആണ്. ഇത് നമ്മൾ ഡിസ്പ്ലേ പീസാണ്. അപ്പം എല്ലാവർക്കും ഒന്ന് ഇരുന്ന് നോക്കാനും കംഫർട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഈ സോഫ 5 സീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 30 രൂപ, 30,500. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലയൻസിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി റെക്കോർഡുണ്ട്. പോക്കറ്റഡ് സ്പ്രിങ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടിയിലെ ഇതിൻ്റെ ബെൽറ്റ് അടിക്കും, അത് നല്ല കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഈ ടൈറ്റ് ബെൽറ്റ് ഇതിൻ്റെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഇരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടായിരിക്കും, ബെൽറ്റ് അടിയിൽ ലൂസാക്കി അടിക്കും, അപ്പോൾ ഭയങ്കര കംഫർട്ടായിരിക്കും. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സാധനം കംപ്ലൈൻറ്റ് വരും. ബെൽറ്റ് ടൈറ്റ് ആക്കി അടിച്ചാലാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ബെൽറ്റ് ലൂസായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ട് കിട്ടും, കംഫർട്ട് കൂടി വരും. മറ്റേ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ കംഫർട്ട് വീണ്ടും കൂടി വരും. ഒരിക്കലും ഒരു പരിധി വിട്ട് ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും പ്രീമിയത്തിൽ ചെയ്യണം. ഒരു 40,000, 50,000 ഒക്കെ എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിലും ചെയ്ത് കൊടുക്കാം. ഏത് കളർ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. ഇത് പിന്നെ ഫുൾ കവറാണ്. ഇത് നമുക്കൊരു 29 ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ റെക്സിൻ്റെ സോഫയാണ്. കുറച്ച് ഹാർഡായിരിക്കും, സ്പ്രിങ് അല്ല, ഒരു ആവറേജ് കണ്ടീഷനാണ്. ഇത് നമുക്ക് ഒരു 90,500 കൊടുക്കും. 5 സീറ്ററാണ്. ഇല്ല റെക്സിനാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 10 ഇയറിന് കുത്തിപ്പോകുന്നതിനും സോഫയുടെ വുഡിനെല്ലാം നമ്മൾ വാറണ്ടി കൊടുക്കും. ഇത് അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ അകത്ത് ഇനി ഏത് കളറാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് 4 സീറ്ററോ 2 സീറ്ററോ 3 സീറ്ററോ 8 സീറ്ററോ 10 സീറ്ററോ ഏത് വേണമെങ്കിലും സോഫയിൽ ഏത് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ പ്രശ്നമില്ല. നമ്മളിപ്പോൾ സൈറ്റിൽ പോയിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ബെഡ് ചോദിച്ചാൽ ഇത് സിയോണിൻ്റെ ബെഡാണ്. 75-60 നമ്മൾ താഴെ കണ്ട 6.5 കോട്ടിന് പറ്റിയ ബെഡാണ് ഇത്. ഇത് നിങ്ങൾക്ക് സ്പ്രിങ് ആണ് വരുന്നത്. ഈ സ്പ്രിങ് ബെഡ് നിങ്ങൾക്ക് ഫൈനൽ നമുക്കൊരു 9,000 ചെയ്തു തരാം. 9,000. പിന്നെ MRP വരുന്നത് 13,000 അല്ല, 16,500 വരുന്നത്. നമുക്ക് ഓഫർ കഴിച്ചിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇപ്പോൾ ബെഡിൻ്റെ ബ്രാൻഡ് ഏതൊക്കെയുള്ളതെന്ന് വെച്ചാൽ സിയോണുണ്ട്, എവർലാസ്റ്റ് ഉണ്ട്, ഹയർ ഉണ്ട്. പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, സ്ക്വയർ ക്രാഫ്റ്റ്. നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന ഡീലർ സ്ക്വയർ സ്പ്രിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളി സാധനം. കേരള ഗവൺമെൻറ്റിൻ്റെ ആലപ്പുഴയിൽ ഞാൻ ഡയറക്റ്റ് കമ്പനി പോയി സെലക്ട് ചെയ്തെടുത്ത ബ്രാൻഡാണ്. അത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പോകുന്ന സാധനമാണ്. ക്വാളിറ്റി പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ ക്വാളിറ്റി അടിപൊളിയായിരിക്കും. ഇത് സ്പ്രിങ് നമുക്ക് വില വരുമ്പോൾ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 19,800. ഇത് നമുക്ക് ഒരുപാട് റേറ്റ് പോയില്ല, ഒരു 16,000 ഒക്കെ റേറ്റ് വരും. 16,000 വരികയാണെങ്കിലും പക്ഷേ വെർത്ത് സാധനമായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ ഈ ബെഡിൽ നമുക്ക് കൊയറുണ്ട്, സോഫ്റ്റ് ഫോം ഉണ്ട്, മെഡിക്കേറ്റഡ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വില കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കൊയറിൻ്റെ ബെഡ് പറയാം. ഈ കൊയറിൻ്റെ ബെഡിൽ EP ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം, നമ്മുടെ വണ്ടിയുടെയൊക്കെ അടിയിൽ കൂളറിൻ്റെ സാധനമുണ്ട്. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ബെഡിലും വില കുറയ്ക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. വില കുറയ്ക്കുക, ആർക്കും വേണമെങ്കിൽ വില കുറച്ച് കൊടുക്കും. ഇതാണ് മാറ്റങ്ങൾ. പക്ഷെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്നില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞാലാണ് അവർക്ക് മാറ്റം. ഞാൻ താഴെ എൻ്റെ ഡെമോ പീസ് ഉണ്ട്, ഞാൻ കാണിച്ചത് എൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ബെഡ് നമുക്കെല്ലാം മാക്സിമം ചീപ്പർ പ്രൈസിന് കൊടുക്കും. 75-60 10 ഇഞ്ച് നമുക്ക് വരുമ്പോൾ വേണമെങ്കിൽ പില്ലോ ടോപ്പ് നമുക്ക് 9,500 കൊടുക്കാം. 75-60 6.25 ഇഞ്ച് ബെഡ് 9,500, 10 ഇഞ്ച് തിക്നെസ് വിത്ത് പില്ലോ ടോപ്പാണ്. അത് ഹയറിൽ കൊടുക്കാം. എല്ലാത്തിലും നമുക്ക് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. ബെഡ് ഒരുപാട് ഏത് സൈസാണ് വരുന്നത്. ടിപ്സിൻ്റെ സോഫ്റ്റ് ഫോം ഉണ്ട്, അതുപോലെ തന്നെ ഹെയറിൻ്റെ സോഫ്റ്റ് ഫോം ഉണ്ട്. സോഫ്റ്റ് ഫോം എന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും കിടന്ന് കുഴിഞ്ഞു പോകണം, അതാണ് സോഫ്റ്റ് ഫോം. ലാറ്റക്സ് മിക്സ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത്രയും കുറച്ച് ലക്ഷറി ആയിരിക്കും. പിന്നെ ബെഡിൽ ഞാൻ പറയുകയാണെങ്കിൽ ബെഡിൽ കോംപ്രമൈസ് ചെയ്തു. നമ്മൾ ഈ 10-60 വർഷം ജീവിച്ചിട്ട് ആകെ റെസ്റ്റ് എടുക്കുന്ന ഒരു രാത്രിയുള്ള സമയം, ആ സമയം നമ്മൾ ഇനിയിപ്പോൾ റൂമിൽ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്താലും ഞാൻ കസ്റ്റമേഴ്സിനോട് പറഞ്ഞാൽ പറയും ബെഡിൽ കോംപ്രമൈസ്. നമ്മൾ ഉറങ്ങുമ്പോൾ സമാധാനത്തോടു കൂടി ഇറങ്ങില്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ആൾക്കാർ ഏറ്റവും വില കുറഞ്ഞ ബെഡൊക്കെ പ്രശ്നം വരുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 100% ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും നോക്കി തന്നെ എടുക്കണം. ബെഡ് എപ്പോഴും ക്വാളിറ്റിയിൽ എടുത്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. എടുക്കുമ്പോൾ നല്ല സാധനം എടുക്കുക, അല്ലാണ്ട് കിടക്കുമ്പോഴെങ്കിലും ബാർഗൻ ചെയ്യാതിരിക്കുക. ഇതാണ് ബെഡിൻ്റെ ഉള്ളിൽ വരുന്നത്. നമ്മൾ മെഡിക്കേറ്റഡ് ബെഡിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതാണ്. ഇത് സോഫ്റ്റ് ഫോമാണ്, കൊയറ്, സോഫ്റ്റ് ഫോം, കൊയറ്. ഇതാണ് റീബോണ്ട് ഫോം, നടുവേദനയുടെയൊക്കെ മെയിൻ സാധനം ഇതാണ് വരുന്നത്. ഇത് വീണ്ടും കൊയറ്. ഇങ്ങനെയാണ്. ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഇത്രയും EP ഷീറ്റ് വെച്ചാണ്ടല്ലോ ഒരു 5,500 രൂപയ്ക്ക് വിട്ടു കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ 4,000 രൂപയ്ക്കും കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ഹാർഡായിരിക്കും, കിടക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. വില കൂടുമ്പോൾ കിടക്കാൻ സുഖം കൂടും, നടുവേദന ഉണ്ടാവില്ല, എന്ത് വേണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ലോ ക്വാളിറ്റി ബെഡ് മേടിച്ചിട്ട് കിടന്നിട്ടാണ് മെയിൻ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ. ചിലർക്ക് അങ്ങനെ അല്ലാതെയും വരാം കേട്ടോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ EP ഷീറ്റ് കൂടുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഇതിനകത്ത് EP ഷീറ്റേ ഇല്ല. നമ്മൾ ചെയ്യുന്നതിൽ ഒറ്റ ബെഡിൽ EP ഷീറ്റ് ഇല്ല, ഫുള്ള് കൊയറും സോഫ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്പ്രിങ്, അല്ലെങ്കിൽ ഇവിടെ സ്പ്രിങ് വരും. അതാണ് എൻ്റെ മെയിൻ മാറ്റം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡെമോ കാണിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിന് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് സോഫ എന്ന് വെച്ചാൽ ഇത് സോഫ പ്ലസ് ദീവാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കിടന്ന് മറ്റേ കിടക്കാനുള്ള ഒരു മൂടുള്ള സാധനമാണ്. ഇത് 3 സീറ്റർ സോഫയും പ്ലസ് ദീവാണ്. ഇത് നമുക്ക് ഇതിൻ്റെ റെക്സിനാണ് വരുന്നത്, വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫറിന് കൊടുത്തേക്കാം, 18,500 ഓഫർ കൊടുക്കാം. നമ്മൾ പ്രൈസ് വരുന്നത് ഞാൻ കള്ളം പറയില്ല, 26,500 നമുക്ക് ഓഫർ കൊടുത്തേക്കാം. അവർക്ക് വേണമെങ്കിൽ നമുക്ക് പർച്ചേസിന് 10% നമ്മൾ ഡിസ്കൗണ്ട്, നമ്മുടെ ഒരു ഡിസ്കൗണ്ട്. EMI ഫെസിലിറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ബജാജിന്റെ കാർഡ് ഉണ്ടാവും. ഇനിയിപ്പോൾ ബജാജിന്റെ കാർഡ് ഇല്ലാത്തവർക്ക് നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാൻ ചാർജോ കാര്യങ്ങളോ പുതിയ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഒന്നുകിൽ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ ഫോട്ടോ, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറും IFSC കോഡും ബ്രാഞ്ചും കറക്റ്റ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രായമായവർക്കൊന്നും എല്ലാവർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ അവരുടെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 100%. എന്നുവെച്ചാൽ ഇതിന് മുന്നേ ഏതെങ്കിലും കാർഡ് എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ റിജക്റ്റ് ആവും. അപ്പോൾ കറക്റ്റ് ഒരു സിവിലായിട്ട് പോകുന്ന ആൾക്കാർക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഓൾറെഡി കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. കാർഡ് ഇല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ് 20 മിനിറ്റ്. നമ്മൾ മെയിനായിട്ട് ബജാജാണ് ചെയ്യുന്നത്. പിന്നെ ബജാജിൽ 2 ടൈപ്പ് ഓഫർ ഉണ്ട്. ഒന്നിൽ 0 ഡൗൺ പേയ്മെന്റ്, ഇല്ലെങ്കിൽ 2 EMI കൂടെ ആണ്. 0 ഡൗൺ പേയ്മെന്റ് നിങ്ങൾ ഇവിടെ പ്രോസസ് ഫീ മാത്രം പേ ചെയ്തു, വെറും 767 രൂപ. നിങ്ങൾക്ക് 1.5 ലക്ഷം ലിമിറ്റ് ഉണ്ടെന്ന് വെച്ചോ, 1.5 ലക്ഷം സാധനം 767 രൂപ അടുത്തിട്ട് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് നമുക്ക് പിന്നെ സോഫ വരുന്നത്. ഇത് പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്. പിന്നെ എല്ലാം അവിടെ ഇവിടെ ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് കാണിക്കാത്തതാണ്. കാരണം വെച്ചാൽ ഗോഡൗണിലും കാര്യങ്ങളായിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് കാണിക്കാത്തത്. പിന്നെ ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്, പിന്നെ HR ക്ലോത്ത് ആണ്. കളർ പിന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മാറ്റാം, അതൊന്നും പ്രശ്നമല്ല. ഇന്ന് ഇരുന്ന് നോക്കിയ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഇത് നമ്മൾ ബെൽറ്റ് ടൈറ്റ് ആക്കി അടിച്ചിട്ടാ ആ സാധനം
അത് നമ്മൾ ബെൽറ്റ് ടൈറ്റ് ആക്കി അടിച്ചു. ഇത് കുറച്ചും കൂടെ കംഫർട്ട് ആവും കുറച്ചാളും കൂടെ കഴിയുമ്പോൾ. ഇത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ്, HR ക്ലോത്ത്, റിലയൻസിന്റെ ഫസ്റ്റ് ക്വാളിറ്റി റെക്രോൺ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് 27,500 ചെയ്യും. വെറും 27,500. 1 2 3 4 5 6 5 സീറ്റർ പ്ലസ് B1 6 സീറ്റർ. ഇത് ഏത് വേണേലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിൻലൈറ്റ് ഫർണിച്ചറിലുള്ള ഒട്ടുമിക്ക കളക്ഷൻസ് നമ്മൾ കണ്ട്. ഇനിയും 2 or 3 വീഡിയോസ് ആയിട്ട് ചെയ്യാനുള്ള അത്രയും കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ കുറ്റിക്കാട്ടൂർ പോകുന്ന റൂട്ടിൽ മീഡിയ വണ്ണിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത്. മിൻലൈറ്റ് ഫർണിച്ചർ എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഓക്കെ, കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.